ഈ ഒരു ചോക്ലേറ്റ് സ്ട്രോബെറി മെഷീൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഒരു ഡേ തന്നെ ഒരു 1 lakh അടുത്ത് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ് പ്രോഫിറ്റബിൾ ഓപ്ഷനാണിത്. ഹായ്, നമ്മൾ GB ബേക്കറി മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. സോ ഇത് നമ്മൾ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. 1990 തൊട്ടിട്ടുള്ളതാണ്. 37 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിലോട്ട്. ഇത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റബിൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. ഇതിന്റെ പേര് ചോക്ലേറ്റ് സ്ട്രോബെറി മെഷീൻ എന്നാണ്. റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ലണ്ടനിലൊക്കെ നമ്മൾ ഇങ്ങനെ സ്ട്രോബെറി ജസ്റ്റ് ഫ്രഷ് സ്ട്രോബെറി കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചോക്ലേറ്റ് വരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, പിന്നെ ട്രെൻഡിങ് ആണ്, അത് ട്രെൻഡും ആണ്, പിന്നെ നമുക്ക് കാണാനുള്ള ഇൻട്രസ്റ്റും അത് പിന്നെ ടേസ്റ്റും ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം അട്രാക്റ്റഡ് ആവുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സ് ഇതേപോലെ ചെയ്തെടുക്കാൻ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം, ബീറ്റ് ബിസ്ക്കറ്റ്സ് ആയിക്കോട്ടെ, മാഷ്മെലോസ് ആയിക്കോട്ടെ, സ്ട്രോബെറി, വാട്ട് എവർ, നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്കിങ്ങനെ ചോക്ലേറ്റ് ടോപ്പിംഗ് കൊടുത്തിട്ട് കഴിക്കാം. നമുക്ക് ഈസിലി അത് 200-150 റുപ്പീസിനൊക്കെ സെല് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ്, അതായത് 2 feet ഒരു 1 lakh ഒക്കെ പെർ ഡേ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രോഫിറ്റബിൾ ബിസിനസ് ഓപ്ഷൻ ആണിത്. ഇത് ജസ്റ്റ് കോസ്റ്റ് അറൌണ്ട് 120-150 റുപ്പീസാണ്. അപ്പൊ ഇത് രണ്ടെണ്ണം യൂസ് ചെയ്ത് നമുക്കൊരു 40 cups വരെ ഉണ്ടാക്കാം. അപ്പൊ ആ ഒരു കപ്പിന് പ്രോഫിറ്റ് എത്ര ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ. ഇത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? പ്രൈമറിലി നമുക്ക് ബേക്കറിയിൽ യൂസ് ചെയ്യാം. അതല്ലാണ്ട് നമുക്കിപ്പം സ്ട്രീറ്റ്സിൽ, ഇപ്പം ഒരു ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലം, പിന്നെ നമ്മളിപ്പം ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ പോപ്കോൺസ്, കടല, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുപോലെ നമുക്കൊരു ചെറിയ യൂണിറ്റ് ആയിട്ട് വെച്ചാൽ തന്നെ ആൾക്കാരെ ഇഷ്ടംപോലെ അട്രാക്ട് ചെയ്യാൻ പറ്റും. മനോരമ ക്വിക്ക് കേരളയുടെ സെയിൽസ് ഹെഡ് ആയിട്ടുള്ള അരുണാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണല്ലേ? അതെ അതെ അതെ. ഓക്കെ, എങ്ങനെയൊക്കെയാ കാര്യങ്ങള്? ആദ്യം തന്നെ യന്ത്രങ്ങളുടെ മഹോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയ് 15-ാം തീയതി നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തു. രാവിലെ 11 മണി തൊട്ട് രാത്രി 8 മണി വരെ ഉണ്ട്. 15, 16, 17, 18 ദിവസങ്ങളിൽ, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലാണ് ഇപ്പൊ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ഏകദേശം 256 സ്റ്റോളുകൾ, വിവിധ തരം ഇന്ത്യയിൽ എവിടെ അവൈലബിൾ ആവുന്ന ഒട്ടുമിക്ക മെഷീനുകൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. വെറൈറ്റി മെഷീനുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മളുടെ കൂടെ അച്ചപ്പം, ഇടിയപ്പം, ഇഡലി അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പേപ്പർ പെൻ ഉണ്ടാക്കുന്ന മെഷീനുകൾ, ബാംഗ്ലൂരിൽ നിന്ന് സ്പെഷ്യൽ മെഷീൻസ് വന്നിട്ടുണ്ട്. ഏകദേശം 1.5 ലക്ഷം രൂപ ഡെയിലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പേപ്പർ പെൻ മേക്കിംഗ് മെഷീനുകൾ വന്നിട്ടുണ്ട്. വിവിധ തരം, അതായത് ഷവർമ റോൾ ചെയ്ത് ഷവർമ ഒരു 10-50 എണ്ണം ഒന്നിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഷവായ ഉണ്ടാക്കുന്ന, അങ്ങനെ വിവിധ തരം മെഷീനുകൾ നമ്മൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ട ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആളുകൾ കയറിയിട്ട് ശരിക്കും ബിസിനസ്സുകാർക്ക് കൂടെ കാര്യങ്ങൾ സംരംഭം നടത്തുന്നവർക്ക് വന്ന് കാണാനുള്ള വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ വർഷം അതേ പ്രശ്നം തന്നെ ആയിരിക്കും, ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൗഡ് ആയിരിക്കും. ഇല്ല, ഈ പ്രാവശ്യം അങ്ങനെ ഒരു ക്രൗഡ് ഉണ്ടാവില്ല. നമുക്ക് 2022 1 ലക്ഷം, 2023 1.5 ലക്ഷം, കഴിഞ്ഞ വർഷം 2024 2 ലക്ഷം പേര് വന്നു. അപ്പം നമ്മളുടെ ബിസിനസ് ഇവിടെ വന്ന എക്സിബിറ്റേഴ്സിന്റെ ഒരു ചെറിയ പരാതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കുറച്ച് ആൾക്കാർ കയറുന്നു എന്നുള്ളതായിരുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് കണ്ടുപോകാനായിട്ട് നമ്മൾ ഈ പ്രാവശ്യം അതുകൊണ്ട് 50 രൂപ ടിക്കറ്റ് ആക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ എത്തുക, അവർ ഇത് കാണുക. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഓൺട്രപ്രണറെ പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കുക, അതാണ് ഞങ്ങളുടെ മിഷൻ. ഒരു ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ട് ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി കേരളത്തിന് മാറ്റുക എന്നുള്ളതാണ് മനോരമ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. മനോരമയ്ക്ക് കേരള കഴിഞ്ഞ 4 വർഷമായിട്ട് അത് ഉദ്ദേശിച്ചു. ഞങ്ങളുടെ കണക്കനുസരിച്ച് ഒരുപാട് പേര്, പുതിയ ഓൺട്രപ്രണേഴ്സ്, അവർ പ്രൈവറ്റ് ജോലിയൊക്കെ നിർത്തി DIC ആയിട്ട് ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി പഠിച്ച് എവിടുന്ന് ലോൺ കിട്ടുമെന്ന് ഇതിനകത്ത് തന്നെ അവർക്ക് ലഭ്യമാണ്. DIC ഇവിടെ ഉണ്ട്, അവരുടെ സ്റ്റോളുകളുണ്ട്, ബേക്കേഴ്സ് അസോസിയേഷന്റെ സ്റ്റോളുകളുണ്ട്. ഇവിടെ വന്ന് AKD ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും, അവരുടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി കണക്ട് ചെയ്ത് കൊടുക്കും. ഒരു ചെറിയ ഐഡിയ പോലും കിട്ടാതെ, ലാഭകരമായ ഒരു ഐഡിയ കിട്ടാതെ ഇവിടെ ആരും പോകില്ല. കേരളത്തിൽ ഏറ്റവും വലിയൊരു മെഷീനറീസ് എക്സ്പോ ശരിക്കും നടത്തുന്നുണ്ട് നിങ്ങൾ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. വളരെ അഭിമാനിക്കാം. നമുക്ക് സ്ഥല ലഭ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ 306 സ്റ്റോളായിരുന്നു. ഇവിടെ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്ന അത്രയും വലിയൊരു ജർമ്മൻ സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട്. 256 ഇതിന്റെ മാക്സിമം ലിമിറ്റ്, അതും ചെയ്തിട്ടുണ്ട്. പിന്നെ പാരഗൺ, ഇവിടെ വരുന്നവർക്ക് ഭക്ഷണത്തിന് കോഴിക്കോടൻ വിഭവങ്ങളുമായിട്ട് പാരഗണം ഇവിടെ കൂടെ ഉണ്ട്. ഇത്രയാണ് മനോരമ ക്വിക്ക് കേരളയുടെ വിശേഷങ്ങൾ. ആദ്യ ദിവസം കണ്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്. ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇനി മുന്നോട്ട് കാണാൻ പോവാണ്. ക്വിക്ക് കേരള ശരിക്കും ഈ ഒരു സ്റ്റാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പല മെഷീനറീസ് പോലും നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് മനോരമ ക്വിക്ക് കേരള ഓരോ സ്റ്റാളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരെ വരിക, കാണുക. 18-ാം തീയതി വരെ ഇവിടെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഈ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. ഓക്കെ, ബൈ.